ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഗ്രീൻ ആരോസ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിഫ്റ്റി ബാങ്ക് ഒരു ഗ്യാപ്പ് അപ്പ് വന്നാൽ ഇതിന് മുകളിൽ പോയാൽ 51,878 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഏകദേശം മാർക്കറ്റ് 51,878 വരെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, അവിടുന്ന് ചെറിയൊരു റിജക്ഷൻ വന്നു, ഒരു സൈഡ് വൈസ് മാർക്കറ്റായിട്ട് ക്ലോസ് ചെയ്യാണ് ചെയ്തത്. കഴിഞ്ഞ 3 ദിവസത്തെ അല്ലെങ്കിൽ 4 ദിവസത്തെ ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ, ഡെയിലി ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്കിൽ പക്ക സൈഡ് വൈസ് ആണ്. ഒരു ഫസ്റ്റ് ദിവസം ഒരു വലിയ ഇൻവെർട്ടർ ഹാമർ ഫോം ചെയ്തു, രണ്ടാമത്തെ അങ്ങനെ തന്നെ ആയിരുന്നു. മൂന്നാം ദിവസം അല്ലെങ്കിൽ 4ാം ദിവസം ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിൽസ്, ചെറിയ ക്യാൻഡിൽസ് അല്ലെങ്കിൽ ഇൻസൈഡ് ബാർസ് ഒക്കെ ഫോം ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, സൈഡ് വൈസ് ആയിട്ട് തീർന്നു. അപ്പോൾ മാർക്കറ്റിൽ വരും ദിവസങ്ങളിലും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാതെ ഒരു മൂവ്മെന്റ് കാര്യമായിട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇന്ന് നിഫ്റ്റി 25,000 മുകളിൽ ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നല്ല മൂവ്മെന്റ് നിഫ്റ്റിയിൽ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ കോൾ സൈഡിലേക്കുള്ള ഒരു ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, നിഫ്റ്റി ഓപ്പൺ ചെയ്ത് 25,050 എന്നുള്ള ലെവലാണ്. അവിടുന്ന് ഒരു ചെറിയ പോയിന്റ് മൂവ് ചെയ്ത് നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൽ എത്തിയ സമയത്ത് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സിൽ വരികയാണ് ചെയ്തത്. പിന്നെ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. കാര്യമായിട്ട് മൂവ്മെന്റ് ഒന്നുമില്ല. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് സെല്ലേഴ്സിന് അനുകൂലമായിട്ടുള്ള മാർക്കറ്റ് ആണെന്ന് പറയാം. ഇന്ന് 15 മിനിറ്റിന്റെ അനാലിസിസ് ആണെങ്കിൽ 25,080 എന്നുള്ള ലെവൽ വരെ പോയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. അതിനുശേഷം ചെറിയ ഡൗൺ സൈഡ് അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിട്ട് പക്ക ഇന്നത്തെ ക്ലോസിംഗിൽ അവിടെ പോയിട്ട് തിരിച്ച് റിവേഴ്സിൽ കാണിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 25,087 മുകളിൽ മാത്രം വന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതേപോലെ 24,899 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ താഴത്തേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. നിഫ്റ്റിയിൽ നാളെ ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. കാരണം നിഫ്റ്റി 24,899 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്താലും അതിൻ്റെ തൊട്ടടുത്ത് 850 എന്നുള്ള ലെവലിൽ അടുത്ത സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് അവിടെ പിന്നെ പ്രോപ്പർ റിസ്ക് റിവാർഡ് അനുസരിച്ചുള്ള ട്രേഡ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണല്ലോ. അപ്പോൾ നമുക്ക് നാളെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 51,878 മുകളിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ബ്രേക്ക്ഔട്ട് തന്നാൽ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. 51,878 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു കൺസോൾട്ടേഷൻ ശേഷം മാത്രമാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 52,070, അതേപോലെ 227 എന്നുള്ള ടാർഗറ്റ്, അല്ലെങ്കിൽ 280 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്തിട്ട് നിഫ്റ്റി ബാങ്കിൽ ഒരു ട്രേഡ് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. അതേപോലെ 51,268 താഴെയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നിഫ്റ്റി ബാങ്ക് ഉച്ചരിക്കൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 51,878 51,268 ഇടയിലുള്ള സ്പേസിലാണെങ്കിൽ മാർക്കറ്റ് ഒരു സൈഡ് വേസ് മൊമെന്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ട്രേഡ് ആണെങ്കിൽ ഞാൻ മാക്സിമം നാളെ വെള്ളിയാഴ്ച കൂടെ ആയതുകൊണ്ട് മാർക്കറ്റ് മാറി നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി നമ്മുടെ നിഫ്റ്റി അനാലിസിസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസം നോക്കുകയാണെങ്കിൽ ഒരു സിമെട്രിക് ട്രയാങ്കിൾ എന്നുള്ള ലെവലിൽ പാറ്റേൺ ഫോം ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിന്റെ മുകളിൽ 23,520 അല്ലെങ്കിൽ 560 എന്നുള്ള ലെവലുകൾ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിഫ്റ്റി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 23,618 23,713 എന്നുള്ള ലെവലുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി മിഡ് ക്യാപ്പിൽ ഇന്ന് നല്ല സെൽ ഓഫ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം സെൽ ഓഫ് ആണ് വന്നത്. അപ്പോൾ മിഡ് ക്യാപ്പിൽ എന്തായാലും ട്രേഡുകൾ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാറില്ല, ഇൻഡെക്സ് ആണെങ്കിൽ പോലും. അതേപോലെ സെൻസെക്സിലും നമ്മൾ കൂടുതൽ ട്രേഡ് ചെയ്യാറില്ല. കാരണം വോളിയം അല്ലെങ്കിൽ ലിക്വിഡിറ്റി കുറവുള്ള സ്ക്രിപ്റ്റുകളാണ് സെൻസെക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ മിക്കവാറും ഒരു ലിമിറ്റ് ഓർഡറിൽ മാത്രമേ ഓപ്ഷൻസിൽ ട്രേഡ് കിട്ടാറുള്ളൂ എന്നുള്ളതുകൊണ്ട് മാക്സിമം സെൻസെക്സ് ഒഴിവാക്കാറാണ്. പക്ഷേ 82,135 മുകളിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഹോൾസെയിലിലേക്കുള്ള ട്രേഡുകളും അതേപോലെ 81,430 താഴെ വരികയാണെങ്കിൽ ഫുഡ് ട്രേഡുകളും നമുക്ക് എന്ത് ചെയ്യാം, സെൻസെക്സിന് പ്ലാൻ ചെയ്യാം. സെൻസെക്സിന്റെ എക്സ്പയറി ആണ്. ഇപ്പോൾ പുതിയ റൂളുകളൊക്കെ കേട്ടിട്ടുണ്ടാകും, സെബിയുടെ എക്സ്പയറി കുറക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ലെവലൊക്കെ ന്യൂസ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ F1 സെഗ്മെന്റിൽ 15-ന്റെയും 20-ന്റെ ഇടയ്ക്കുള്ള എമൗണ്ടിലേക്ക് ഓപ്ഷൻസിന്റെ റേറ്റ് കൂട്ടി വെക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഇപ്പം കിട്ടുന്ന 5 ലക്ഷം രൂപയുടെ കോൺട്രാക്റ്റുകളാണ്, അത് 15 അല്ലെങ്കിൽ 20 ആയിട്ട് കൂട്ടുമെന്ന് പറയുന്നുണ്ട്. 6 മാസം കഴിഞ്ഞാൽ അത് 20 മുതൽ 30 വരെ അല്ലെങ്കിൽ 25 വരെയൊക്കെ ആയിട്ടുള്ള എമൗണ്ട് ആയിട്ട് കൂട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ എമൗണ്ട് കൂട്ടുമെന്നുള്ളത് F&O
സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് ലോസ് വരുത്തുന്നു എന്നുള്ളതാണ്. 60,000 കോടിയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ റീറ്റെയിലേഴ്സ് ലോസ് വരുത്തി എന്നുള്ള കണക്കൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വലിയ ലോസിലേക്ക് പോവാതെ പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ എടുക്കുന്ന എൻട്രികൾ പ്രോപ്പർ ആക്കുക, അതേപോലെ സ്റ്റോപ്പ് ലോസ് പ്രോപ്പർ ആക്കുക, എക്സിറ്റ് ടാർഗറ്റ് നിങ്ങൾക്ക് ചെയ്യാം, മാക്സിമം റൈഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും റൈഡ് ചെയ്യുക. മിനിമം 1:2 അല്ലെങ്കിൽ 3 റിവാർഡ് വെച്ചിട്ടുള്ള ട്രേഡുകൾ മാത്രം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ആകെ ഒരു പോംവഴിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. തീർച്ചയായും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.